അവൾ അയച്ച അവസാന മെസ്സേജ്. കൊച്ചിയിലെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു രാഹുൽ. അവന്റെ ജീവിതം വളരെ തിരക്കേറിയതായിരുന്നു. ജോലി, മീറ്റിംഗുകൾ, പ്രോജക്റ്റുകൾ. പക്ഷെ ആ തിരക്കുള്ള ജീവിതത്തിനിടയിൽ അവന്റെ ലോകമായിരുന്നു ഒരാൾ, അമൃത. അവർ കോളേജ് കാലത്ത് കണ്ടുമുട്ടിയവരാണ്. ആദ്യം സുഹൃത്തുക്കൾ, പിന്നെ അവരുടെ സൗഹൃദം പതുക്കെ പ്രണയമായി മാറി. അമൃത വളരെ സ്നേഹമുള്ള പെൺകുട്ടിയായിരുന്നു. അവൾ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുന്നവളായിരുന്നു. ഒരു ദിവസം അമൃത പറഞ്ഞു, രാഹുൽ, നമുക്കൊരിക്കൽ കടൽ തീരത്തിരുന്ന് ജീവിതം മുഴുവൻ സംസാരിക്കാമോ? രാഹുൽ ചിരിച്ചു പറഞ്ഞു, നമ്മൾക്ക് സമയം പ്ലെന്റിയുണ്ടല്ലോ, ഒരു ദിവസം തീർച്ചയായും പോകാം. പക്ഷെ ആ ദിവസം ഒരിക്കലും വന്നില്ല. ഒരു ദിവസം അമൃത മറ്റൊരു നഗരത്തിലേക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. ആദ്യത്തിൽ അവർ ദിവസവും സംസാരിച്ചിരുന്നു, മെസ്സേജുകൾ, ഫോൺ കോളുകൾ. പക്ഷെ സമയം കടന്നപ്പോൾ ജീവിതം തിരക്കേറിയതായി. ഒരു ദിവസം രാത്രിയിൽ രാഹുലിന് അമൃതയുടെ ഒരു മെസ്സേജ് വന്നു. നാളെ ഞാൻ നിന്നെ കാണാൻ വരുന്നു, വളരെ പ്രധാനപ്പെട്ട കാര്യം പറയണം. രാഹുൽ മറുപടി അയച്ചു, ശരി, നാളെ കാണാം. അടുത്ത ദിവസം അവൻ അവളെ കാത്തിരുന്നു. പക്ഷേ അമൃത വന്നില്ല. രാഹുൽ പലതവണ വിളിച്ചു, പക്ഷെ ഫോൺ ഓഫായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞവനൊരു വാർത്ത ലഭിച്ചു. അമൃതയ്ക്കൊരു അപകടം സംഭവിച്ചിരുന്നു. രാഹുൽ ആശുപത്രിയിലേക്ക് ഓടി. പക്ഷെ അവൻ എത്തിയപ്പോൾ അവൾ ഇനി സംസാരിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു, അവൾ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. രാഹുൽ അവളുടെ കൈ പിടിച്ചു. അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. അപ്പോഴാണ് അവന്റെ ഫോണിലൊരു പഴയ മെസ്സേജ് തുറന്ന് കാണുന്നത്. അമൃത അയച്ച മെസ്സേജ്. അതിലെഴുതിയിരുന്നത്, രാഹുൽ, ഞാൻ നാളെ നിന്നോടൊരു കാര്യം പറയാൻ വരുന്നു. നമ്മൾ വിവാഹം കഴിക്കാമോ എന്ന് ചോദിക്കാൻ. രാഹുലിന്റെ കണ്ണുകളിൽ കണ്ണുനീർ ഒഴുകി. അവൻ മനസ്സിലാക്കി, ജീവിതത്തിൽ ചില വാക്കുകൾ വൈകാതെ പറയണം. കാരണം ചിലപ്പോൾ നമ്മൾ പറയാതെ വെച്ച പ്രണയം ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറും. പെയ്തൊഴിയാത്ത രാവുകൾ, unending nights. Narrator's note: In the heart of the city, amid the neon lights and the pouring rain, two hearts finally stop running from the truth. This is a story of a rainy night, a shared secret, and the heat that builds when the world goes cold. കൊച്ചിയിലെ തിരക്കേറിയ തെരുവുകളിൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു. നഗരത്തിലെ ഫ്ളാറ്റുകൾ ഒന്നൊന്നായി ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ 8ാം നിലയിലെ തന്റെ മുറിയിൽ വരുൺ പുറത്തെ മഴ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഡോർബെൽ മുഴങ്ങിയത്. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ മായ. നനഞ്ഞു കുതിർന്ന സാരിയിൽ അവൾ ഒരു ജലകന്യകയെപ്പോലെ തോന്നി. അവളുടെ മുടിയിഴകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. മായ, നീ ഈ നേരത്ത്? എന്താ പറ്റിയത്? വരുൺ, കാർ ബ്രേക്ക് ഡൌൺ ആയി, ഫോണും ഡെഡായി, നിന്റെ ഫ്ളാറ്റ് അടുത്തായതുകൊണ്ട്, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അകത്തേക്ക് കയറി. തണുപ്പുകൊണ്ടേ അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. വരുൺ അവൾക്ക് തന്റെ ഒരു ഷർട്ടും ടവലും നൽകി. ഇത് മാറ്റിക്കോ, അല്ലെങ്കിൽ പനി പിടിക്കും. കുറച്ചു കഴിഞ്ഞ് മായ വരുണിന്റെ വലിയ ഷർട്ടും ധരിച്ച് മുറിയിലേക്ക് വന്നു. ആ വസ്ത്രത്തിൽ അവൾ കൂടുതൽ വശിയായി തോന്നി. മുറിയിലെ AC-യുടെ തണുപ്പും പുറത്തെ മഴയുടെ ശബ്ദവും അന്തരീക്ഷത്തെ വല്ലാതെ മാറ്റിമറിച്ചു. വരുൺ അവൾക്കൊരു ഗ്ലാസ് വൈൻ പകർന്നു നൽകി. നന്ദി വരുൺ, ഈ മഴ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയും സന്തോഷവും തോന്നുന്നു, അവൾ മെല്ലെ പറഞ്ഞു. അവളുടെ വാക്കുകളിലെ വിറയൽ വരുൺ ശ്രദ്ധിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവർക്കിടയിലെ നിശബ്ദതയ്ക്ക് ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. മായയുടെ നനഞ്ഞ മുടിയിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികൾ വരുണിന്റെ കൈയിൽ തട്ടി. അവൻ പതുക്കെ അവളുടെ തോളിൽ കൈവച്ചു. മായ, നമ്മൾ എത്ര കാലമായി ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നു? അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. അവൾ തലയുയർത്തി അവനെ നോക്കി. ആ കണ്ണുകളിൽ മത്തുപിടിപ്പിക്കുന്ന ഒരു പ്രണയമുണ്ടായിരുന്നു. അവൻ അവളുടെ മുഖത്തെ നനഞ്ഞ മുടിയിഴകൾ പതുക്കെ മാറ്റി. അവന്റെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു. ആ സ്പർശനത്തിൽ ഒരു വൈദ്യുത പ്രവാഹം പോലെ എന്തോ ഒന്ന് രണ്ടുപേരിലും പടർന്നു. വരുൺ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ തന്റെ അധരങ്ങൾ ചേർത്തു. പുറത്തെ മഴയുടെ ഇലമ്പൽ പോലും ആ നിമിഷം മാഞ്ഞുപോയി. ആ രാത്രി നഗരത്തിലെ എല്ലാ ബഹളങ്ങളും അവർ മറന്നു. ജനാലയിലൂടെ വരുന്ന തെരുവുവിളക്കിന്റെ നേർത്ത മഞ്ഞ വെളിച്ചം ആ മുറിയിലെ പ്രണയത്തിന് സാക്ഷിയായി. വാക്കുകൾക്കു പകരം അവരുടെ ശരീരങ്ങൾ സംസാരിച്ചു. ഓരോ സ്പർശനത്തിലും വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്റെ ചൂടുണ്ടായിരുന്നു. മഴ തോർന്നു തുടങ്ങിയപ്പോൾ മായ വരുണിന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു. ഈ രാത്രി ഒരിക്കലും അവസാനിക്കരുതെന്ന് തോന്നിപ്പോകുന്നു,
അവൾ പതുക്കെ പറഞ്ഞു. വരുൺ അവളെ കൂടുതൽ ചേർത്തുപിടിച്ചു. ആ മഴക്കാലം അവർക്ക് നൽകിയത് വെറുമൊരു ഓർമ്മയല്ല, മറിച്ച് പുതിയൊരു ജീവിതമായിരുന്നു.